മോൺസിഞ്ഞോർ നരികുളം ആരോപണം പിൻവലിക്കണം. 1999 പാളിപ്പോയ തീരുമാനം, മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി, മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു, സുറിയാനി മെത്രാന്മാരുടെ കുതന്ത്രങ്ങൾ തുടങ്ങിയ പ്രസ്താവനകൾ പിൻവലിച്ച് സഭാ സമൂഹത്തോട് മോൺസിഞ്ഞോർ നരികുളം മാപ്പ് പറയണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. 1998 സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ ആദ്യത്തെ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി. ആ അസംബ്ലിയിലാണ് കുർബാനയുടെ ഏകീകൃത രൂപം വേണമെന്ന് നിർദ്ദേശം വന്നത്. ചില രൂപതകൾ മുഴുവൻ ദൈവോന്മുഖമായും ചില രൂപതകൾ മുഴുവൻ ജനാഭിമുഖം കുർബാന ചൊല്ലുന്നു. അങ്ങനെ പാടില്ല. സഭയ്ക്ക് ഏകീകൃതമായി കുർബാന അർപ്പണ രീതി വേണമെന്ന് ആദ്യത്തെ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിലാണ് നിർദ്ദേശം വന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ ഇത് ദൈവജനത്തിൻ്റെ സ്വരമാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് 1999 മെത്രാന്മാരുടെ സിനഡ് ഐകകണ്ഠേന തീരുമാനിച്ചതാണ് കുർബാനയുടെ ഏകീകൃത രൂപം. പിന്നീട് 2004, 2010, 2016 സംവത്സരങ്ങളിലെ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലികളിൽ ഇത് ആവർത്തിക്കപ്പെട്ടു. കുർബാനയുടെ ഏകീകൃത രൂപം വേണമെന്ന്. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ പല 2013, 2017, 2019 അങ്ങനെ പല വത്സരങ്ങളിലെ മെത്രാന്മാരുടെ സിനഡും മെത്രാന്മാരുടെ കമ്മിറ്റികളുമെല്ലാം പല പ്രാവശ്യം സമ്മേളിച്ച് കുർബാനയുടെ അന്തിമ തക്സക്കി രൂപം കൊടുത്ത് 2020 റോമയിൽ സമർപ്പിച്ചത്. 2020 ജൂലൈ മാസത്തിൽ അതിന് അംഗീകാരം കിട്ടിയതാണ് 2021 ജൂൺ 9. സത്യം ഇതായിരിക്കെ 2021 ഓഗസ്റ്റ് മാസ സിനഡിന് മുൻപ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച്, മാർപ്പാപ്പയെ തെറ്റായി സ്വാധീനിച്ച്, കുതന്ത്രത്തിലൂടെ മാർപ്പാപ്പയുടെ കത്ത് സമ്പാദിച്ചെടുത്തുവെന്ന് തെറ്റായ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് മോൺസിഞ്ഞോർ നരികുളം. അത് തെറ്റാണ് ഇല്ലേ? തത്വത്തിന് വിരുദ്ധമാണ്, നുണയാണ്. അതുകൊണ്ട് മോൺസിഞ്ഞോർ നരികുളം സഭാ സമൂഹത്തോട് മാപ്പ് പറയേണ്ടതുണ്ട്. രണ്ടാമതായി 1999 മെത്രാന്മാരുടെ സിനഡ് ഐകകണ്ഠേന തീരുമാനിച്ച തീരുമാനം, അതിനുശേഷം 2021 വരെ 37 സിനഡുകളുണ്ടായി മെത്രാന്മാരുടെ സിനഡ്. ഒരു സിനഡിൽ പോലും ഒരു മെത്രാൻ പോലും 1999 തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു സിനഡൽ ന്യൂസിലും അത് വന്നിട്ടുമില്ല. മാത്രമല്ല എറണാകുളം അങ്കമാലിയിൽ നിന്നുള്ള മെത്രാന്മാരുൾപ്പെടെ ഇതൊരു നടപ്പാക്കാൻ പറ്റാത്ത ഒരു തീരുമാനമാണ്, ഇതിനൊരു റീതിങ്കിങ് വേണം, പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. സത്യം ഇതായിരിക്കെ മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയെന്നും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും കുതന്ത്രങ്ങളിലൂടെ സുറിയാനി മെത്രാന്മാർ, അതായത് സീറോ മലബാർ സഭയുടെ മെത്രാന്മാർ പ്രവർത്തിച്ചുവെന്നും തെറ്റായ ആരോപണം ഉന്നയിച്ച് മോൺസിഞ്ഞോർ നരികുളം സഭാ സമൂഹത്തെ മുഴുവൻ നാറ്റിച്ചിരിക്കുകയാണ്, നാണം കെടുത്തിയിരിക്കുകയാണ്, നുണകളും കള്ളങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിച്ച്. അതിനാൽ സഭാ സമൂഹത്തോട് മോൺസിഞ്ഞോർ നരികുളം മാപ്പ് പറയണം. ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം, ആരോപണങ്ങളെല്ലാം പിൻവലിക്കുകയും വേണം.